ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ആഗസ്റ്റ് മാസത്തെ രാശിഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 12 രാശികളിൽ 10ാമത്തെ രാശിയായ മകരം രാശിക്കാരുടെ ആഗസ്റ്റ് മാസത്തെ പൊതുഫലത്തെ പറ്റിയാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് മകരക്കൂറിൽ വരുന്നത്. ആഗസ്റ്റ് മാസം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത്? തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നീ മേഖലകളിലൊക്കെ എന്തൊക്കെ കരുതലുകൾ എടുക്കണം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം വീഡിയോയുടെ അവസാനം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ആഗസ്റ്റ് മാസം കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കാനായി ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ആഗസ്റ്റ് 16 വരെ 7ാം ഭാവമായ കർക്കിടകത്തിലും തുടർന്ന് 8ാം ഭാവമായ ചിങ്ങത്തിലേക്കും രാശി മാറുന്നുണ്ട്. ചൊവ്വ 6ാം ഭാവമായ മിഥുനം രാശിയിൽ തന്നെ സഞ്ചരിക്കുകയാണ്. അതുപോലെ ബുധൻ 5ാം തീയതി വരെ മിഥുനം രാശിയിലും ഓഗസ്റ്റ് 5 മുതൽ 22 വരെ കർക്കിടകൻ രാശിയിലും തുടർന്ന് 8ാം ഭാവമായ ചിങ്ങൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. ശുക്രൻ 9ാം ഭാവമായ കന്നിരാശിയിൽ ശുക്രൻ്റെ നീചരാശിയാണ് കന്നിരാശി. കന്നിരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി 3ാം ഭാവമായ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. രാഹു 2ാം ഭാവമായ കുംഭത്തിലും കേതു 8ാം ഭാവമായ ചിങ്ങത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹസ്ഥിതി മകരം രാശിക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. വിശദമായിട്ട് നമുക്ക് ഓരോ മേഖലയായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം നിങ്ങളുടെ തൊഴിൽ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. മകരം രാശിക്കാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് വളരെ മികച്ച ഒരു ഘടകമാണ്. എന്തെങ്കിലും ശത്രുദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ശത്രുദോഷങ്ങളൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ജോലി സ്ഥലത്ത് നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ തളർത്താനൊക്കെ നോക്കിയ എതിരാളികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ആഗസ്റ്റ് 16ാം തീയതി വരെ സൂര്യൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർമാരുമായിട്ടോ ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. 16ാം തീയതിക്ക് ശേഷം സൂര്യന് 8ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുമ്പോൾ മേലധികാരികളിൽ നിന്നൊക്കെ അനാവശ്യമായ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങൾ പൊതുവെ ജോലി സ്ഥലത്തൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കേണ്ടതുമാണ്. ഇനി മകരം രാശിയിൽ വരുന്ന ബിസിനസ്സുകാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ബിസിനസ്സുകാർ പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ ആഗസ്റ്റ് 16 മുൻപാണെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടൊക്കെ പഠിച്ചിട്ട് കരാറിലൊക്കെ ഒപ്പുവയ്ക്കുക. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ അവരുടെ ബിസിനസ്സിലെ സത്യസന്ധതയൊക്കെ നല്ല രീതിയിലൊക്കെ പുലർത്തേണ്ടതാണ്. വിദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ 2ാം പകുതിയായിരിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. 2ാം പകുതിയിൽ നല്ല വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അടുത്തതായിട്ട് മകരം രാശിക്കാരുടെ സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാഹു 2ാം ഭാവത്തിലാണ്. അതുപോലെ കേതു 8ാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ്. അതിനാൽ ധനത്തിൻ്റെ കാര്യത്തിൽ വലിയ തുകകളുടെ ഒന്നും റിസ്ക് എടുക്കരുത്. അതുപോലെ കയ്യിൽ പണമൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചിലവായി പോകും എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതുപോലെ ശുക്രന് 9ൽ നീചനായിട്ട് നിൽക്കുന്നതും ഓഗസ്റ്റ് 22ാം തീയതിക്കൊക്കെ ശേഷം ബുധന് 8ലേക്കൊക്കെ രാശി മാറുന്നതും കാരണം അനാവശ്യമായിട്ട് ആഡംബര ചിലവുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കെങ്കിലുമൊക്കെ കടം കൊടുക്കുന്നതും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങുന്നതും പരമാവധി ഒഴിവാക്കേണ്ടതാണ്. ചിട്ടി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയതിലൊക്കെ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതുമാണ്. എങ്കിലും ചൊവ്വ 6ൽ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും അടിയന്തര ആവശ്യങ്ങൾക്കൊക്കെ പണമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ അത് യാതൊരു തടസ്സവുമില്ലാതെ വന്നു ചേരുന്നതുമാണ്. കുടുംബജീവിതത്തിലേക്ക് നോക്കാം. കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ ഓഗസ്റ്റ് 16 വരെ 7ാം ഭാവത്തിലെ സൂര്യസ്ഥിതി ദാമ്പത്യത്തിൽ പങ്കാളിയുമായിട്ട് ചെറിയ എന്തെങ്കിലും മാനസികപരമായ
അകൽച്ചയ്ക്കൊക്കെ കാരണമാകാം. വിട്ടുവീഴ്ച മനോഭാവം വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ ദമ്പതികൾ പരസ്പരം അനാവശ്യ വാഗ്വാദങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതാണ്. 2ാം ഭാവത്തിലൊക്കെ രാഹു നിൽക്കുന്നത് സംസാരത്തിലൊക്കെ അല്പം കടുപ്പമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ കുടുംബാംഗങ്ങളോട് ഒക്കെ സംസാരിക്കുമ്പോൾ ശാന്തതയൊക്കെ പാലിക്കുക. പ്രത്യേകിച്ച് പങ്കാളിയോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് ഈ മാസം സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത്. 9-ലൊക്കെ ശുക്രൻ നീചസ്ഥിതി നിൽക്കുന്നത് കാരണം ചെറിയ അകൽച്ചയോ അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാം. എങ്കിലും മാസത്തിൻ്റെ അവസാനമൊക്കെ ആകുന്നതോടെ കാര്യങ്ങളൊക്കെ ശാന്തമാകുന്നതുമാണ്. ഇനി മകരം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. ഈ മാസം വിദ്യാർത്ഥികൾക്ക് പൊതുവെ വളരെ അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. പഠനത്തിൽ എന്തെങ്കിലും മടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനമൊക്കെ ചെയ്യാനുള്ള മനസ്സൊക്കെ ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വിജയമൊക്കെ കൈവരിക്കാൻ ഈ മാസം സാധിക്കുന്നതാണ്. വിദ്യയുടെ കാരകനായ ബുധൻ ആഗസ്റ്റ് 5 മുതൽ 7ാം ഭാവത്തിലേക്ക് മാറുന്നത് ബുദ്ധിശക്തിയും ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കും. എന്നാൽ ആഗസ്റ്റ് 22-ന് ശേഷം ബുധൻ 8-ലേക്ക് രാശി മാറുമ്പോൾ പഠനത്തിലല്പം ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിയുന്ന സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതിനാൽ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിൽ പഠനത്തിലൊക്കെ സമയക്രമമൊക്കെ കൃത്യമായി പാലിക്കേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ മാസം നല്ല വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. 9ാം ഭാവത്തിലൊക്കെ ശുക്രൻ നിൽക്കുന്നത് കലാ, സാഹിത്യം, ഡിസൈനിങ്, IT മേഖലകളൊക്കെ പഠിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും നൽകുന്നതാണ്. പഠനത്തിൽ തടസ്സമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ സരസ്വതി സ്തോത്രം ജപിക്കുന്നതും ബുധനാഴ്ചകളിൽ സരസ്വതി പൂജ നടത്തുന്നതും ഒക്കെ ബുദ്ധിവികാസത്തിനും മികച്ച പരീക്ഷാ വിജയത്തിനും ഒക്കെ സഹായിക്കുന്നതുമാണ്. ഇനി മകരം രാശിയിൽ ജനിച്ചവരുടെ ആരോഗ്യ കാര്യത്തിലേക്ക് വരാം. ആഗസ്റ്റ് 16 വരെയുള്ള സമയം സൂര്യൻ 7ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ഉഷ്ണസംബന്ധമായ അസുഖങ്ങളെ, അതുപോലെ കണ്ണിനോ തൊണ്ടയ്ക്കോ ഉണ്ടാകുന്ന ചെറിയ അണുബാധകൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ആഗസ്റ്റ് 16-ന് ശേഷം സൂര്യൻ 8ാം ഭാവത്തിലേക്ക് മാറുകയും അവിടെ കേതുവുമായിട്ട് ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രക്തസമ്മർദ്ദം, ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയേക്കാം. അതുപോലെ 2-ലൊക്കെ രാഹു നിൽക്കുന്നത് 8-ലെ സൂര്യൻ്റെ കേതുവിൻ്റെയൊക്കെ സംയോഗം കാരണം വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോഴും ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോഴും നല്ല രീതിയിലുള്ള ശ്രദ്ധയും വേണ്ടതാണ്. ഇനി ഈ മാസത്തെ ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും മകരം രാശിക്കാർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും ജപിക്കുന്നത് അഷ്ടമസൂര്യൻ്റെ ദോഷം മാറാൻ സഹായിക്കും. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ചകളിൽ പാലഭിഷേകമൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ സർപ്പദോഷ പരിഹാരത്തിനായി സർപ്പപൂജ മറ്റും നടത്തുന്നതും ഗുണകരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.